നമസ്കാരം. അൺകൺസ്യൂമേറ്റഡ് മാരേജ് അഥവാ വിവാഹശേഷം ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരു വിഷയം അനവധി തവണ നമ്മൾ യൂട്യൂബിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് അൺകൺസ്യൂമേറ്റഡ് മാരേജിന് വേണ്ടി ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോയ പല ആൾക്കാരും കുട്ടികളുമായിട്ട് എത്തുമ്പോൾ അവരുമായിട്ട് ഒന്നിച്ച് ചേർന്നിരുന്ന് വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയും നിങ്ങളൊക്കെ പലപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ധാരാളമായി കണ്ടിട്ടുണ്ട് എന്നറിയാം. അത്തരം കേസുകളിൽ മജോറിറ്റി കേസുകളിലും വെജൈനിസ്മസ് ആണ് അൺകൺസ്യൂമേറ്റഡ് മാരേജിൻ്റെ ഒരു കോസായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ബന്ധപ്പെടാനുള്ള ഭയം, ഇനി അപൂർവം ചില പുരുഷന്മാർക്കും അങ്ങനെ ഭയമുള്ളതുണ്ട്, അങ്ങനെയൊക്കെയുള്ള കേസുകൾ. അതുപോലെ സിവിയർ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ബസ്കുലോജനിക് ഇ.ഡി ഉള്ളതുകൊണ്ട് ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അത്തരം കേസുകളാണ് ഇതിനു മുമ്പൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരനുഭവമാണ് ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ വ്യക്തി കല്യാണം കഴിച്ച് 2 വർഷമായി. 2 വർഷമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തുള്ള നാട്ടിലുള്ള ചില ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു, ചികിത്സകളൊക്കെ ചെയ്തു. പക്ഷേ ആ ചികിത്സകളൊക്കെ ചെയ്തിട്ടും ഫലമുണ്ടാവുന്നില്ല. ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല, പെനീസ് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുന്നില്ല. അത് ശ്രമിക്കുമ്പോൾ വൈഫിനും വേദനയാണ്, ഇയാൾക്കും വേദനയാണ്. വൈഫിനെയും 1-2 ഗൈനക്കോളജിസ്റ്റുകളൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു വൈഫിന് കുഴപ്പമൊന്നുമില്ല, പുരുഷൻ്റെ പ്രശ്നം കറക്റ്റ് ചെയ്യുക. അങ്ങനെ പല ചികിത്സകളും മടുത്തതിന് ശേഷമാണ് ആരോ പറഞ്ഞതനുസരിച്ചിട്ട് ഏതൊരു ഡോക്ടർ റെഫർ ചെയ്ത് വിട്ടിട്ടാണ് അവരിവിടെ ചികിത്സ തേടിയെത്തിയത്. ഞങ്ങൾ 2 പേരുടെയും പരിശോധന നടത്തിയപ്പോൾ അതോടൊപ്പം തന്നെ പെനീസിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. ഈ സ്കാൻ ചെയ്യുന്നത് ഉദ്ധാരണത്തിൻ്റെ തടസ്സം എന്താണ്, അദ്ദേഹം വയഗ്ര കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഉദ്ധാരണത്തിന് വേണ്ട ഒട്ടുമിക്ക മരുന്നുകളും കറക്റ്റ് ഡോസിൽ കഴിച്ചിട്ടും ഫലമില്ലാത്തത് എന്താണ് എന്നറിയാൻ വേണ്ടി പെനീസിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് പെനീസിന് നല്ലൊരു വളവ് ഒരു വശത്തേക്കുണ്ടായിരുന്നു. വളഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇറക്ഷൻ്റെ സമയത്ത് ശക്തമായ ഇറക്ഷൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദ്ധാരണത്തിന് വേണ്ട മരുന്നുകൾ കൊടുക്കുമ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഇറക്ഷൻ വരുന്നു. ആ സ്ട്രോങ് ആയിട്ടുള്ള ഇറക്ഷൻ ഉള്ളപ്പോൾ തന്നെ ഈ വളഞ്ഞ പെനീസിനെ നിവർക്കാൻ പറ്റുന്നില്ല, നിവർത്തിട്ട് ഒരു ബന്ധത്തിലേക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അതായിരുന്നു ഇവിടെ അൺകൺസ്യൂമേറ്റഡ് മാരേജിൻ്റെ കാരണമായിട്ട് മാറിയത്. ആ കേസിൽ ഇപ്പോൾ ഈ കർവേച്ചറിനെ പറ്റി പറയുമ്പോൾ മുൻപ് ഞാൻ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. കൺജനിറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ട്, കൺജനിറ്റൽ പെനൈൽ കർവേച്ചറുണ്ട്, അക്വേർഡ് പെനൈൽ കർവേച്ചറുണ്ട്. ഇത് ഒരു കൺജനിറ്റൽ ഡിഫോർമേഷൻ ആയിരുന്നു. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതറിയില്ലായിരുന്നു, മനസ്സിലാക്കിയിട്ടില്ല. പലപ്പോഴും ചെറിയ വളവുകളൊന്നും പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. ഈ വളവും ഏതാണ്ട് നല്ലൊരു വളവുണ്ടായിരുന്നു. അതാണ് സർജിക്കലി നമ്മളത് കറക്റ്റ് ചെയ്തതിന് ശേഷം അവർ പോയി ഈ സർജറി കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 മാസത്തിന് ശേഷം അവർക്ക് നോർമലായിട്ടുള്ള ബന്ധത്തിൽ ഇടപെടാൻ പറ്റി. ഏതാനും 2-3 മാസങ്ങൾ അവർ ലൈംഗിക ബന്ധം നടത്തിയതോടെ ഭാര്യ ഗർഭിണിയായി. ആ വിവരം ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഒരു ബോക്സ് നിറയെ സ്വീറ്റ്സുമായിട്ട് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്തോഷം, അത് വലിയൊരു സന്തോഷമാണ്. ആ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ കൺജനിറ്റൽ കർവേച്ചർ അല്ലെങ്കിൽ അക്വേർഡ് കർവേച്ചർ ഉണ്ടായെങ്കിൽ അതിനെപ്പറ്റി ഒട്ടും വിഷമിക്കേണ്ടതില്ല. 100% അത് ചികിത്സയിലൂടെ കറക്റ്റ് ചെയ്യാം. അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു സർജന് വളരെ കൃത്യമായിട്ട് തന്നെ ആ വളവ് നിവർത്ത് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഇതുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുകയോ അല്ലെങ്കിൽ വിവാഹം വേണ്ടാന്ന് വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ടും അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈംഗിക ശേഷിയോ ഫെർട്ടിലിറ്റിയോ ഒന്നും അത് ബാധിക്കാതെ തന്നെ ചികിത്സയിലൂടെ ഇത് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റുന്നതാണ്. അത്തരം പ്രശ്നങ്ങളുള്ളവർ വിഷമിക്കേണ്ട, അതിന് തീർച്ചയായിട്ടും എഫക്റ്റീവായിട്ടുള്ളൊരു ചികിത്സയുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ദമ്പതികളുടെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.